ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് റമദാൻ ഒന്നാണ്. അപ്പോൾ നോമ്പൊക്കെ ആയിട്ട് കുറച്ച് പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിട്ടൊന്ന് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റമദാൻ നല്ലൊരു വർഷമാവട്ടെ എന്ന് ആശംസിക്കുന്നു. പെരിന്തമണ്ണ അങ്ങാടിയിലൊന്നും ആരും കാണാനില്ല. ഫസ്റ്റ് നോമ്പും സൺഡേ ഒക്കെ പാടായിട്ടേക്കര എല്ലാവരും വീട്ടിൽ തന്നെ തോന്നുന്നു. പിന്നെ നമുക്ക് ഗൾഫ് ഫോണിലൊന്ന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആരിൻ്റെ ടാബ് ഒന്ന് ശരിയാക്കണ്ടായിന്. അപ്പോൾ അതൊക്കെ ശരിയാക്കിയതിന് ശേഷം നമ്മൾ ഫ്രൂട്ട്സ് മേടിക്കാനാണ് പോയത്. ചിക്കിങ്ങിൻ്റെ തൊട്ടടുത്തുള്ള ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിലാണ് പോയത്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ എല്ലാ വെറൈറ്റീസും അവിടെ കിട്ടും. അപ്പോൾ ഫ്രൂട്ട്സ് മേടിക്കാൻ അധികം നമ്മളിപ്പോൾ ഇവിടെ വരാറ്. അവിടെ നല്ല ഓഫറും കാര്യങ്ങളും ഉണ്ടാവാറുണ്ട്. ഒരേ ഐറ്റത്തിന് തന്നെ പല ഓഫറിലും കിട്ടും നമ്മൾ. അപ്പോൾ അവിടുന്ന് കുറച്ച് അത്യാവശ്യം ഫ്രൂട്ട്സൊക്കെ മേടിച്ച് നേരെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഇന്ന് ഫസ്റ്റ് നോമ്പല്ല നമ്മൾ പത്തിരി ഉണ്ടാക്കണം. അപ്പോൾ പത്തിരി ഉണ്ടാക്കാതെ വെള്ളം അടുപ്പത്ത് വെച്ച് അത് തിളച്ചപ്പോൾ അതൊക്കെ ആവശ്യത്തിന് ഉപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് അത് കുഴച്ചെടുക്കണം. സാധാരണ എല്ലാവരും പറയും നമ്മൾ മുസ്ലിംസിനെ പത്തിരി നന്നായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചുണ്ടാക്കിച്ച് എല്ലാവർക്കും അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ഇരട്ടി വെള്ളമൊക്കെ എടുത്തിട്ട് സെറ്റാക്കി എടുത്താൽ മതി. അത് പിന്നെ ആ ചൂടോടുക്കെ തന്നെ കുഴച്ചെടുക്കണം. അപ്പോൾ ഞാനതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് അത് കുഴക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ അത് എനിക്ക് ചൂടോടുക്കുന്ന കുഴക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ഇക്കാൻ്റെ അടുത്ത് ഹെൽപ്പൊക്കെ ചോദിച്ച് എനിക്കത് നല്ല രീതിയിൽ കുഴച്ച് തന്നു. അപ്പോൾ അതിന് ശേഷം ബോൾസാക്കി വെച്ച് പരത്തിയെടുത്തു. അപ്പോൾ ഞാൻ കുറേ അധികം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചൊരു പാത്രത്തിൽ മാറ്റി വെച്ചു നാളത്തേക്ക്. നാളെ ഇനി വർക്കൊക്കെ കഴിഞ്ഞ് വന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കറിക്കുള്ള പരിപാടിയിലാണ്. കറിക്ക് ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ കഴുകിയെടുത്തതിന് ശേഷം ചിക്കന് വറുത്തരച്ചിട്ടുള്ള കറിയാണ് വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ചിക്കൻ മതിയാവും. പിന്നെ കുറച്ച് ചിക്കൻ എനിക്ക് അതിക്കും വേണം സമൂസ ഉണ്ടാക്കാൻ. അപ്പോൾ അതിക്ക് കറിക്ക് കുറച്ച് ഉരുളക്കിഴങ്ങ്, തക്കാളി, പച്ചമുളക്, കറിവേപ്പില, അതേപോലെ തന്നെ കുറച്ച് വലിയ ഉള്ളി അരിഞ്ഞതും. നമ്മൾ ഇങ്ങനെ വറുത്തരച്ച് കറി വെക്കാനാവുമ്പോൾ നോർമലായിട്ടുള്ള കറി വെച്ചാൽ മതി. നമ്മൾ ആദ്യം ഉള്ളി വാട്ടിയിട്ട് അങ്ങനെ ഉണ്ടാക്കണമെന്നൊന്നുമില്ല. ഒക്കെ ഒരുമിച്ച് ആദ്യം കുറച്ച് ചിക്കൻ ഇടുക, അതിക്ക് പച്ചമുളക്, വലിയുള്ളി, തക്കാളി ഈ ഐറ്റംസൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. പിന്നെ നമുക്ക് ചതവ് ഉണ്ടാക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും അതേപോലെ തന്നെ വലിയ ജീരകം ഇട്ടിട്ട് നമ്മൾ മിക്സിയിലൊന്ന് കറക്കിയെടുക്കണം. ആ പേസ്റ്റ് തന്നെ നമുക്ക് ഞാൻ കുറച്ച് തോന ഉണ്ടാക്കി വെക്കുന്നുണ്ട്, നാളത്തേക്ക് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് സമൂസ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് ഉപയോഗിക്കാമല്ലോ വിചാരിച്ചിട്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ചതവ് എടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി, മുളകും പൊടി, മല്ലിപ്പൊടി ഇതൊക്കെ നമ്മൾ ആവശ്യത്തിനനുസരിച്ച് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിലേറെ കുറച്ച് മുളകും പൊടി, അതിലേറെ കുറച്ച് അധികം മല്ലിപ്പൊടി, അതാണ് അതിൻ്റെ ഒരു അളവ്. അതിക്ക് പിന്നെ ആവശ്യത്തിന് നമ്മൾ ഉപ്പും വേണമെങ്കിൽ കുരുമുളകും ഇടാം. ചിക്കൻ മസാല ഇടണമെന്നുള്ള കേട്ടോ. ഇങ്ങനത്തെ കറിക്കൊക്കെ നമ്മൾ ചിക്കൻ മസാല ഇട്ടാൽ ആ കറിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറ്റം വരും. അപ്പോൾ അത് ഇടണ്ട. ഇത്രയും പൊടികളൊക്കെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ചിക്കൻ വേവാനുള്ള വെള്ളവും കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മൾ ഗ്യാസിൽ വെക്കുക. അതാണിപ്പോൾ ഞാൻ എല്ലാ പൊടികളും മസാലകളൊക്കെ ചേർത്തതിന് ശേഷം ഇത് അടുപ്പത്ത് വെച്ചു. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് ഗ്യാസ് ഓണാക്കി. കറി അവിടെ റെഡി ആകുമ്പോഴത്തേന് ഞാൻ കുറച്ച് ചിക്കൻ കുക്കറിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് എനിക്ക് സമൂസയ്ക്ക് ആവശ്യത്തിനാണ്. അപ്പം ഇനി നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള അരപ്പുണ്ടാക്കണം. അതിന് തേങ്ങ ആദ്യം ഒന്ന് വറുത്തെടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക, അതിക്ക് കുറച്ച് വലിയ ജീരകം ഇടുക. പിന്നെ അതൊന്നിങ്ങനെ മൂത്ത് വരുമ്പോൾ കറിവേപ്പില ഇടുക. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കുറച്ച് വെളുത്തുള്ളി ഇട്ടിട്ട് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ട് അത് നല്ലോണം ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിക്ക് നമ്മൾ പിന്നെ കുറച്ച് പൊടികളും ചേർക്കണം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി ഇതൊക്കെ കുറച്ച് വളരെ കുറച്ച് മാത്രം അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിയരുത്. നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. എന്നിട്ട് അത് അരച്ച് മിക്സാക്കിയിട്ട് നമ്മൾ ഈ ചിക്കൻ വെന്ത് വരുമ്പോൾ അതിക്ക് ആഡ് ചെയ്യണം. ഈ ഒരു വറുത്തരച്ച പത്തിരിയാണ് നമ്മൾ നോമ്പിൻ്റെ ഒരു വൈബ് എന്ന് തന്നെ പറയാം. ഇത് ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് നമുക്കത് നോമ്പിന് മാത്രമേ നമുക്കതൊരു ഫീൽ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും ഇഷ്ടമാണ് എല്ലാവർക്കും. പത്തിരി ഇറച്ചിക്കറി എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു മുസ്ലിംസിൻ്റെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ്. അത് നമ്മൾ ഉണ്ടാക്കിയാലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ എന്നാണ് എല്ലാവരും ഒരു കാഴ്ചപ്പാട്. അപ്പോൾ അതിന് നമ്മളെ മാസ്റ്റർ പീസ് ആയിട്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് നോമ്പായതുകൊണ്ട് അതന്നെ ഉണ്ടാക്കാനും ഉദ്ദേശിച്ചത്. കാര്യങ്ങൾ സിമ്പിളാണ്, എല്ലാവരും ചെയ്യണ പോലെ തന്നെയാണ്. പക്ഷെ എന്നാലും ആ ഒരു ഐറ്റത്തിന് നോമ്പിൻ്റെ വൈബും ആയിട്ട് ഭയങ്കര കണക്ഷനുള്ള ഒരു സാധനമാണല്ലോ. അപ്പോൾ എനിക്ക് വർക്കുള്ള ദിവസമാകുമ്പോൾ ചിലപ്പോൾ ഉണ്ടാക്കാൻ ഇത് ടൈം ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ ഫസ്റ്റത്തെ നോമ്പും വീക്കെൻഡും പിന്നെ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ഉണ്ടാവും. അല്ലെങ്കിൽ സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത്
ഒക്കെ വീട്ടിലുണ്ടാവില്ല. അപ്പോൾ ഇന്ന് എല്ലാം കൊണ്ടും ഭയങ്കര സന്തോഷമാണ്. ഫസ്റ്റത്തെ നോമ്പ് വീക്കെൻഡാണ്, എല്ലാവരും ഉണ്ട് ഒരുമിച്ച് സന്തോഷത്തിൽ. പിന്നെ കാഹിലും നോമ്പ് എടുത്തിട്ടുണ്ട്. അവന് കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം ഒരു 10 നോമ്പൊക്കെ എടുത്തിന്. പ്രാവശ്യം അവന് പറ്റുന്നിടത്തോളം എടുക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും സ്കൂളും ഇല്ലല്ലോ, അപ്പോൾ അവനും നോമ്പുണ്ട്. അപ്പോൾ ഞാൻ അരച്ച് ആ അരപ്പ് നമ്മൾ കറിക്കൊക്കെ ഇതാക്കി ഒന്ന് ജസ്റ്റ് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓഫാക്കാം. അപ്പോൾ ഞാനിനി പരത്തി വെച്ചിട്ടുള്ള പത്തിരി ചുടാനുള്ള പുറപ്പാടിലാണ്. നമ്മൾ വറുത്തരച്ച കറി ഏകദേശം ഇവിടെ റെഡി ആയിക്കണമെങ്കിൽ ഇതൊന്ന് തൂമിച്ചെടുക്കാനും കൂടി ഉള്ളൂ. പത്തിരി ഞാനൊരു 3 വെച്ചൊക്കെ ഏകദേശം ചുട്ട് പെട്ടെന്ന് തന്നെ ചുടാൻ നിന്ന പത്തിരി പെട്ടെന്നുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ സമൂസയ്ക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ അതിനാവശ്യത്തിനുള്ള ഉള്ളി ചെറുതാക്കി അരിഞ്ഞിട്ട് ഈ പരിപാടിയൊക്കെ എനിക്ക് ചെയ്തു തന്നത് ഇക്കയാണ് കേട്ടോ. അപ്പോൾ ഇക്ക അതിൻ്റെ അപ്പുറത്ത് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്, നമ്മൾ മേടിച്ചിട്ട് വന്നിട്ടുള്ള. നമുക്ക് ചക്കൻ്റെ പീസ് ഇട്ടിട്ടുണ്ട്, നോമ്പ് തുറന്നിട്ടുണ്ടെങ്കിൽ അതും കഴിക്കണം. അപ്പോൾ ഞാനിതിലേക്ക് പിന്നെ നോർമലായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളി, തക്കാളി, ചതവ്, അതേപോലെ തന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പിൻ്റെ ഇല, കുറച്ച് മസാലകൾ, മഞ്ഞൾപ്പൊടി മുളകും പൊടിയൊക്കെ കുറച്ച് ഇടാറുള്ളൂ. പിന്നെ ഈ സമൂസൻ്റെ ഓല ചുറ്റുന്ന പരിപാടി ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നോമ്പാകുമ്പോൾ മാത്രം നമ്മളെ വീട്ടിൽ കണ്ടുവരുന്നൊരു സംഭവമാണല്ലോ സമൂസൻ്റെ ഓല. ഇത് പിന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം എല്ലാവരും ഫസ്റ്റ് നോമ്പാകുമ്പോൾ ഉണ്ടാക്കുന്ന സാധനം തന്നെ വെക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് പരിപാടി ചുറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊരിച്ചെടുക്കാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം സമൂസ വിചാരിച്ചത് എയർ ഫ്രയറിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എണ്ണ ഉപയോഗിക്കണ്ടല്ലോ. നമ്മൾ പൊതുവേ നോമ്പിന് എണ്ണക്കടി ഒഴിവാക്കണമെന്ന് പറയണത് എണ്ണ ഉപയോഗിക്കൊണ്ടാണല്ലോ. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് എയർ ഫ്രയറിൽ ജസ്റ്റ് 180 ഡിഗ്രിയിലൊന്ന് സെറ്റ് ചെയ്ത് നോക്കിയാൽ എന്താ ആവാന്നൊന്ന് നോക്കട്ടെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എണ്ണ ഉപയോഗിക്കൽ കുറക്കാമല്ലോ. ഞാൻ പകുതി എയർ ഫ്രയറിൽ ഇട്ടുള്ളൂ, പകുതി ഞാൻ എണ്ണയിൽ തന്നെ പൊരിച്ചെടുത്തു. കാരണം അങ്ങാനും ഫ്ലോപ്പ് ആവുകയാണെങ്കിലോ വിചാരിച്ച്. പിന്നെ ജ്യൂസ് ഇന്ന് വാട്ടർ മെലോനാണ്, അപ്പോൾ അതൊക്കെ പാലും പഞ്ചസാരയൊക്കെ ആക്കിയിട്ട് അതവിടെ സെറ്റാക്കി എടുത്തു. പിന്നെ എൻ്റെ പണികളൊക്കെ കഴിഞ്ഞപ്പോൾ കിച്ചണിൻ്റെ അവസ്ഥ അതാണ്. അതൊരുവിധം എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആക്കണം. അപ്പോൾ ഞാൻ വിചാരിച്ചു നോമ്പ് തുറക്കുന്നതിന് മുമ്പ് അതൊന്ന് ജസ്റ്റ് ക്ലീൻ ആക്കിയിടാം, അല്ലെങ്കിൽ നോമ്പ് തുറന്ന് കഴിഞ്ഞാലാണല്ലോ നമുക്ക് ഭയങ്കര ക്ഷീണം. അപ്പോൾ നമ്മൾ എയർ ഫ്രയറിൽ സെറ്റാക്കിയെടുത്ത സമൂസൻ്റെ അവസ്ഥ ഇതാട്ടോ, തിരക്കേടില്ല ഇനി. അപ്പോൾ എല്ലാം ടേബിളും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം ഞാൻ ഇവരെ വിളിക്കാൻ ചെന്ന് നോക്കുമ്പോൾ ബാങ്ക് കൊടുക്കാൻ സമയമായി. 3 മുറ്റത്തിരിക്കുക. അപ്പോൾ ഞാൻ ഫുഡൊക്കെ എടുത്ത് വെച്ചാണ് വന്നിരിക്കുമെന്ന് പറഞ്ഞ് എല്ലാവരും അവിടെ കൊടുന്ന് ഇരുത്തി. അപ്പോൾ നമ്മൾ നോമ്പൊക്കെ മാഷാ അല്ലാഹ് ബാങ്കൊക്കെ കൊടുത്തപ്പോൾ നോമ്പൊക്കെ തുറന്ന് എല്ലാം റാഹത്തായി, നല്ല രീതിയിൽ നോമ്പൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ നോമ്പ് നമുക്ക് എന്തുകൊണ്ടും സന്തോഷമായിരുന്നു. എല്ലാവർക്കും അതുപോലെ തന്നെ ആയിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. നോമ്പിന് ഡെയിലി വീഡിയോസ് ഇടണമെന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമല്ലോ. താങ്ക്സ് ഫോർ വാച്ചിങ്.